ഈ പാൻറ് അയ്യോ എൻ്റെ ലെൻസ് എവിടെ പോയല്ലോ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനലക്ഷ്മി. കല്യാണ വിശേഷങ്ങളുടെ ഇടയിലുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ഓണം വരാൻ പോവാണ്. അപ്പോൾ ഓണത്തിന് നമുക്ക് കുറേ അധികം കളക്ഷൻസ് ഞാൻ എൻ്റെ സ്വന്തം പേജായ വാഡ്രോബ് ബൈ മീനു ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടായിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പം ഞാനുള്ളത് അനീഷയുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഗോവയിൽ നിന്ന് പോയിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങിച്ച കുറേ സാധനങ്ങളും എല്ലാം കൂടെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ്. എങ്ങനെയാണ് പോകുന്നത്? ട്രെയിനിൽ. നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ മിക്കവാറും വീട്ടിലോട്ട് പോകുന്നത്, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, ഞാൻ എപ്പോഴും ട്രെയിനാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും. അതുകൂടാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാനിപ്പോൾ ഇവിടുന്ന് മെമുവിന് ചങ്ങനാശ്ശേരി വരെ പോകുമ്പോൾ ഒരു 15 രൂപയാണ് ആവുന്നത്. വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഗൈസ്. ഒരു ഓട്ടോ പോലും ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിട്ടത്തില്ല ആ ഒരു റേറ്റിന്. അപ്പോൾ പോയിട്ട് നമുക്ക് നാളത്തെ ഷൂട്ടിൻ്റെ ബാക്കി വിശേഷമൊക്കെ കാണാം. ഞാനിനി വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നാളത്തെ ഡ്രസ്സ് വന്നിരിക്കുന്ന ട്രയൽ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ കാണാം. ഓക്കെ, അങ്ങനെ ഓണം ഇങ്ങ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ഓണത്തിനുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് റുട്ടീനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഇപ്പം മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കണം. ബിക്കോസ് നമ്മുടെ സ്കിന്നിൽ കുറേയധികം ഫംഗൽ ഇൻഫെക്ഷൻസ്, ആക്നീസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ലെൻസിങ് ആണ്. സോ ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്നിലുള്ള ഇംപ്യൂരിറ്റീസ്, അതുകൂടാതെ എക്സസ് ആയിട്ടുള്ള ഓയില്, ചിലർക്കൊക്കെ ഓയിലി സ്കിന്നായിരിക്കും, അതൊക്കെ റിമൂവ് ചെയ്ത് ഫസ്റ്റ് തന്നെ നല്ലൊരു ക്ലീൻ സർഫസ് ഉണ്ടാക്കുക നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ഡെർമാവൈവിൻ്റെ ഈ ഒരു ഹൈഡ്രാ ക്ലെൻസർ ആണ്. നോർമലി ഞാൻ കുറേയധികം ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ചെയ്യുന്ന കുറേയധികം ക്ലെൻസേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മുടെ ഫേസിലുള്ള മോയ്സ്ചറിനെയും എസെൻഷ്യൽ ഓയിലിനെയൊക്കെ കീപ്പ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡും റീഫ്രഷ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 3 വർഷം മുമ്പുള്ളൊരു ഗെറ്റ് റെഡി മീ വിത്ത് വീഡിയോയ്ക്കകത്തോട്ട് ഞാനിത് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ക്ലെൻസർ ഇപ്പം എൻ്റെ സ്കിന്നിനെയൊക്കെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ചധികം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണത് എൻ്റെ സ്കിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും ഇത് ആക്ച്വലി നല്ല സ്യൂട്ടബിൾ ആണ്. ഇതൊരു സോപ്പ് ഫ്രീ pH ബാലൻസ് ക്ലെൻസർ ആണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നാച്ചുറൽ കൊളോയിഡൽ ഓട്മിൽ ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനകത്തുള്ള എസെൻഷ്യൽ ഓയിലും മോയ്സ്ചറിനെ ഒക്കെ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളുടെ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര സപ്ലൈ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ഇതിനകത്ത് ഡീപ്പ് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് സോഡിയം പീസയും അമോലിയൻറ്റും ഉണ്ട്. അങ്ങനെ നമ്മുടെ സ്കിൻ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മോയ്സ്ചറൈസേഷൻ. അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂട്രിഡെർമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ്. ഇതിനകത്ത് മോയ്സ്ചറൈസിംഗും സ്കിൻ റിപ്പയർ പ്രോപ്പർട്ടീസും ഉള്ള വിറ്റാമിൻ ഇ ഫോസ്ഫേറ്റ് ഉണ്ട്. ആക്നെ സ്പോട്സ്, റെഡ്നെസ്, ഇതിന്റെ ഒക്കെ അപ്പിയറൻസിനെ റിഡ്യൂസ് ചെയ്യും. അതുകൂടാതെ ഏജിങ്ങിന്റെ സൈൻസിനെ റിഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ത്രൂ ഔട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏതെങ്കിലും ഒക്കെ അഡമന്റ് ആയിട്ടുള്ള സ്ട്രെച്ച് മാർക്സോ പിന്നെ ബാരിയർ റിപ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, സ്കിന്നിനെ നല്ലപോലെ മാറ്റിഫൈ ചെയ്ത് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മേക്കപ്പിന് വേണ്ടിയിട്ട് ഇതൊരു പെർഫെക്റ്റ് ബേസ് ആണ്. പ്രൈമറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ്, നല്ല ഹാപ്പി ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിന് വേണ്ടിയിട്ട്. ഇതിന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ ഇത് ഐബേറിയുടെ സ്കിൻ ബ്രാൻഡ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, ആമസോണിലുണ്ട്, പിന്നെ നൈക്കയിലുണ്ട്. അതുകൂടാതെ ന്യൂട്രിഡെർമിന്റെ സൈറ്റിലും കിട്ടും. ഇനി നമുക്ക് ലെൻസ് വെക്കാം. ഈ ഒരു ലെൻസ് വെക്കുന്നത് ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഒരു ഫുൾ ലുക്കിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ലെൻസ്. ലെൻസ് എപ്പോഴും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കൈ നല്ലപോലെ വാഷ് ചെയ്യുക. ഞാൻ പോയി കൈ വാഷ് ചെയ്തിട്ട് വരാം. കൈ നല്ലപോലെ ക്ലീൻ ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ലെൻസ് നിങ്ങൾക്ക് പല രീതിയിൽ വെക്കാം. ഞാൻ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഫിംഗറിന്റെ ടിപ്സിലെടുക്കും. കണ്ണാടി വേണം, എന്നാലേ കുറച്ച് എനിക്ക് എളുപ്പമാകത്തുള്ളൂ. എന്നാൽ ഞാൻ താഴെ കണ്ണാടി വെച്ചിട്ട് കണ്ടോ, ഡൺ. വളരെ സിമ്പിളാണ്. ഈ കണ്ണിൽ വെച്ചിട്ടുണ്ട്, മറ്റേ കണ്ണിൽ വെക്കാം. 2 കണ്ണിൽ വെച്ചു. സ്റ്റെപ്പ് കൺസീലർ. ഇത് ഞാൻ വളരെ ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ് കേട്ടോ പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ പറയും അയ്യോ അത് അങ്ങനെയല്ലോ ഇങ്ങനെയല്ലല്ലോ, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്.
ഞാൻ ജസ്റ്റ് ഇപ്പോൾ കൺസീൽ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ഐയുടെ അണ്ടർ മാത്രമാണ്. ഈ ഒരു കണ്ണും തമ്മിലുള്ള കണ്ണിൻ്റെ അടിഭാഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ എനിക്കിവിടെ കുറച്ചൊക്കെ എവിടേക്കോ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം. കണ്ട 2 താഴത്തെ പോർഷൻസ് നമ്മൾ കൺസീൽ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന CC ക്രീമാണ്. ഞാൻ ആക്ച്വലി ഇത് ഇങ്ങനത്തെയൊക്കെ ടിൻസിലാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ട്രാവലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വലിയ വലിയ ബോട്ടിൽസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഞാൻ എല്ലാം ഇതുപോലെ ചെറിയ എന്താ പറയുക ചെറിയ ബോക്സസിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, CC ക്രീമാണ്. ഇനി അടുത്തത് നമുക്ക് ലൈറ്റായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചീക്ക് എൻ്റെ പോർഷനിൽ വേണം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ. മേക്കപ്പ് കുറച്ച് കൂടുതലാണോ ചേട്ടാ? ഇനി അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് ആക്ച്വലി ഇതൊരു 4 ഐ ഷാഡോസ് ആണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ട്രാവൽ ചെയ്ത സമയത്ത് ഇത് മൊത്തം പൊളിഞ്ഞു പോയി. ഇത് ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ജസ്റ്റ് ഈ ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്നു, നമ്മൾ ഈ ഒരു ടോപ്പ് പോർഷനിൽ ഇങ്ങനെ തേക്കുന്നു. പരിപാടി കഴിഞ്ഞു. എൻ്റെ ബ്രഷ് ഒന്നും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് നല്ലോണം ഈസി ആയിട്ട് സ്മഡ്ജ് ആവുന്ന ടൈപ്പ് ഒരു ഐ ഷാഡോ ആണ്. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഈ ഒരു പോർഷനിൽ ഞാൻ കാജൽ വെച്ച് എഴുതും. എന്നിട്ട് ഞാൻ കൈവച്ച് സ്മഡ്ജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തിൻ ലെയർ ഓഫ് കാജൽ എഴുതും. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളിങ്ങനെ എഴുതി, ഇപ്പം കണാവുണമെന്നാണ് നമ്മളിത് എഴുതി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് കണാവുണമെന്ന് എഴുതിയാൽ നമുക്ക് കുഴപ്പമില്ല. ബിക്കോസ് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്മഡ്ജ് ചെയ്യാനുള്ളതാണ്. കണ്ട എൻ്റെ ലെൻസ് എവിടെ പോയല്ലോ ഗൈസ്. ഇപ്പം ഏകദേശം സ്മഡ്ജ് ചെയ്യാം, കുറച്ചുകൂടെ സ്മഡ്ജ് ചെയ്യാം. പക്ഷെ എനിക്ക് ഈ ലെൻസ് ഇങ്ങനെ തെന്നി പോകുന്ന കാരണം എനിക്കൊരു പേടി. ഒരു ലാസ്റ്റ് ലെയറും കൂടെ ഇതിൻ്റെ ഏറ്റവും പോർഷനിൽ നമ്മളിങ്ങനെ കൊടുക്കും. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഐബ്രോ ഫില്ലിംഗ് ആണ്. സോ യൂഷ്വലി ഇപ്പം എനിക്ക് നല്ലപോലെ ഐബ്രോസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഒരു സൈഡ് ജസ്റ്റ് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് എവിടെയൊക്കെയാണോ ഗ്യാപ്പ് ഉള്ളത് അവിടെ മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യുന്നുള്ളൂ. കണ്ടോ, ഇത് നല്ലൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ ഈ ഒരു കോർണറൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐബ്രോ പെൻസിൽ എനിക്ക് കൊച്ചു ഇന്നലെ ഗിഫ്റ്റ് ചെയ്തതാട്ടോ. നമുക്ക് ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. നമുക്ക് ലിപ്സ്റ്റിക് ലാസ്റ്റ് ഇടാം. നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് സാരി ഉടുക്കാനുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ 2 പ്രീ പ്ലീറ്റഡ് ആയിട്ടുള്ള സാരീസ് ഇതാണ്. ഒന്ന് ഗോൾഡ് ആൻഡ് സിൽവർ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത്. ഇപ്പുറത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഗോൾഡ്, ഇപ്പുറത്ത് നിങ്ങൾ നോക്കുമ്പോൾ സിൽവർ. ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന രീതിയിലാണ്. ഹിബിസ്കസിന്റെ പ്രിന്റ് വരുന്ന ഒരെണ്ണമാണുള്ളത് ഈ ഒരു പ്രിന്റ് വരുന്നത്. ഇത് കൂടാതെ നമുക്കിനി ഒരു സെറ്റ് പാഴ്സലോണുണ്ട്. ഇതിനകത്ത് എനിക്കുള്ള ഡ്രസ്സുണ്ട്, കൊച്ചുവിനുള്ള ഡ്രസ്സുണ്ട്. നമ്മളിത് സൂക്ഷിച്ച് കണ്ടിച്ചില്ലെങ്കിൽ നമ്മുടെ തുണി ഇതിൻ്റെ കൂടെ കീറുന്നതായിരിക്കും. എനിക്കിങ്ങനെ മടക്കിയിരിക്കുന്ന സാധനം തുറക്കാൻ ഭയങ്കര മടിയാണ്. ഇതിനകത്ത് 3 സ്കേർട്ടുണ്ട്. സിൽവറും ഗോൾഡനും കൂടെ സ്ട്രൈപ്ഡ് ലൈൻസ് വരുന്ന രീതിയിലാണ്. ഗോൾഡൻ സീക്വൻ വർക്ക് വരുന്ന ഒരു കുർത്തിയാണ്. ഒരു ടോപ്പാണ്. അടുത്ത ഒരു ഡിസൈൻ ടോപ്പാണ് ഒരു ടോപ്പ്. ഇതൊരെണ്ണം വയലറ്റ് വരുന്നത്, ഇതൊരെണ്ണം ഗ്രീൻ വരുന്നത്, ഇതൊരെണ്ണം ബ്ലാക്ക് വരുന്നത്. ഈ 3 ഇപ്പം നമുക്ക് 3 സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 കളർ 3 പേർക്ക് കൊടുത്തിട്ട് നമുക്ക് ടോപ്പ് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഈ ഒരു പ്രീ പ്ലീറ്റഡ് ആയിട്ടുള്ള സാരി വെയർ ചെയ്യാം. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് പോയിട്ട് ബ്ലൗസ് ഇട്ടിട്ട് അണ്ടർ സ്കേർട്ട് വിട്ടിട്ട് ഞാൻ വരാം. നമ്മുടെ ഈ ഒരു പ്രീ പ്ലീറ്റഡ് സാരി എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ലൈക്ക് വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ സാരി ഉടുക്കാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി, അത് മാത്രമല്ല നമ്മൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യേണ്ട, നമ്മളിവിടെ അകത്ത് ഹുക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സൈസ് എങ്ങനെയാണോ വരുന്നത്, ഇപ്പം എനിക്ക് ഈ ഒരു 2ാമത്തെ ഹുക്കിൻ്റെ അവിടെയാണ് പറ്റുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തും ഒരു എന്താ പറയുക ഒരു കെട്ടുണ്ട്. നമ്മളിപ്പം ഇവിടെ കൊണ്ട് ഈ ഹുക്ക് ചെയ്തെടുത്ത ഒരു കെട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ജസ്റ്റ് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ബാക്കിൽ ഇത് ടൈ ചെയ്യണം. പോകാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഓൾറെഡി നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം ഇവിടെ റെഡിയാണ്. കണ്ടോ, ഈ പ്ലീറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് സാരി പോലെ നമ്മൾ ഉടുക്കുക. ഇത് ഉടുക്കുമ്പോഴത്തേന് ഞാൻ ജസ്റ്റ് ഈ ഒരു ഷർട്ട് മാറ്റിയിട്ടൂടെ കാണിച്ചു തരാം. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ ജസ്റ്റ് പിൻ ചെയ്യുക. ഇത് കൂടുതൽ നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ള രീതിയിലുള്ള സാരി, നമുക്ക് ഓപ്പൺ ആയിട്ട് നമ്മൾ സാരി പ്ലീറ്റ് എടുത്തില്ല, അങ്ങനെയാണ് നമുക്കിത് ഉടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു പ്ലീറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നോട് കുറേ പേര് ഞാൻ പല വീഡിയോസിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂഷ്വലി എടുക്കുന്നത് ഇവിടെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പിൻ കുത്താൻ പറ്റും. ഇവിടെ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഒരു പിൻ കുത്തിയിട്ട്
ഓരോരോ പ്ലീറ്റ്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ എടുത്ത പ്ലീറ്റ് ഇങ്ങോട്ട് ജസ്റ്റ് ചേർത്ത് വെച്ചാൽ മതി. ഇവിടെ കുത്തുമ്പോഴത്തേക്കിന് ഇവിടെ ആ ഒരു ഫിനിഷിങ് വരും. ഇവിടെ കുത്തിയില്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും. ഇവിടെ നമ്മൾ ഈ ഒരു ബ്ലൗസിലോട്ട് കുത്തി ഈ സാരിയും കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടും. ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി ഓപ്പൺ പ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേക്കിന് കുത്താറ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഓർണമെൻറ്റും കൂടി ഇട്ട് നമുക്ക് ഹെയറും കൂടെ ഒന്ന് ജസ്റ്റ് സ്റ്റൈൽ ചെയ്യാം. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മാലയും ഒരു ചെറിയൊരു കമ്മലുമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സട്ടിലായിട്ട് പോകുന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. എനിക്കൊന്ന് ഇങ്ങനത്തെ ഒരു സ്ട്രൈപ്ഡ് സാരി ആകുമ്പോഴത്തേന് ഏത് ടൈപ്പ് ഓഫ് മാലയും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പോകും. പെട്ടെന്ന് ക്യുക്കായിട്ട് എങ്ങനെയാണ് ഞാൻ ബ്രെയ്ഡ്സ് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു പാർട്ടീഷൻ എടുക്കുക. ആ പാർട്ടീഷൻ എടുത്തിട്ട് അതിനെ 3 ഡിവൈഡ് ചെയ്യുക. 1 2 3. എന്നിട്ട് നമ്മൾ നോർമലി ബ്രെയ്ഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ബ്രെയ്ഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫേസിൻ്റെ സൈഡിലുള്ള ഹെയർ മാത്രം ഈ ബ്രെയ്ഡ്സിലോട്ട് ആഡ് ചെയ്ത് പോവുക. കണ്ടോ? പിന്നെയും ബ്രെയ്ഡ്സ് എടുക്കുക. ഫേസിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെയും ഓരോരോ പാർട്ടീഷനായിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പിൻ ചെയ്താൽ ഇതൊരു ഹെയർ സ്റ്റൈലാവും. കണ്ടോ? അതെ, നമ്മുടെ ഈ ഒരു ബ്രെയ്ഡ്സ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ ജസ്റ്റ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മുടിയാണ് കഴിച്ചത്. ഇത് ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ ഇതൊരു ലുക്കാണ്. ഇനി അത് കൂടാതെ ഇപ്പം നമുക്ക് ഈ ഒരു സൈഡിലും കൂടെ ഇങ്ങനെ ബ്രെയ്ഡ്സ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ബ്രെയ്ഡ്സ് എടുക്കാം. എന്നിട്ട് ഇവിടെ ഫ്ലവർ വെക്കാം. ഞാൻ ആക്ച്വലി ഇന്ന് മുല്ലപ്പൂക്കെ വാങ്ങിക്കണമെന്ന് വെച്ചാൽ പ്രാവശ്യം മുല്ലപ്പൂ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഒരു എന്താ പറയണേ, ഒരു ഏകദേശം ഒരു ലുക്ക് ഇതായിരിക്കും വരുന്നത്. നമുക്ക് എങ്ങനെ വേണേലും ഈ ഒരു സാരീനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനത്തെ ഒരു സാരിയുടെ ഒരു പ്രത്യേകത. ബിക്കോസ് ഇതിനകത്ത് വേറെ കളറും ഒന്നും ഇല്ലാത്തത് കാരണം ഏത് കളർ ജ്വല്ലറി വേണമെങ്കിലും നമുക്കൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും പോകും. ഇനിയിപ്പം നമുക്കൊരു ബൺ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാവുന്നതാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നു. ഇപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്ത ആ ഒരു സമയത്ത് നമുക്കെല്ലാം ഇങ്ങനെ ഭയങ്കര എടുത്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇനിയും പുറകെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും എല്ലാവരും ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ കല്യാണത്തിൻ്റെ എല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് വേണ്ട ഹൗസ് വാമിങ്ങിൻ്റെ ഇടാം. എല്ലാം കൂടെ കുഴച്ച് മറിച്ചിടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ പുറകെ തന്നെ ഇനി ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് കണ്ടുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.